കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ യഥാർത്ഥത്തിലുള്ള റെസിപ്പിയാണ്. അതായത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ചന്ദ്രക്കാരൻ മാങ്ങയ്ക്കാണ് കൂടുതൽ രുചിയും മണമൊക്കെ ഉള്ളത്. മാങ്ങയുടെ തൊലി കളഞ്ഞ് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക. വെന്ത് വരുമ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയത് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പുരണ്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിനുശേഷം തേങ്ങയിൽ, അതായത് നാളികേരത്തിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ തൈര്, ഇത്ര മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ചെറിയ ജീരകം ഇതൊന്നും ചേർക്കരുത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് മാങ്ങയിലേക്ക് ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുക. പിന്നെ നെയ്യിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കടുക്, ഉലുവ, അതുപോലെ ഉണക്കമുളക് ചേർത്ത് മൂപ്പിച്ച് ഒഴിക്കുക. ഉപ്പിടാനും മറക്കരുത്. അപ്പോൾ നെയ്യിൽ എന്തായാലും വറുത്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ?